CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാൻ കൊളത്തൂരിൽ വൻ ലഹരിവേട്ട. വിൽപ്പനയ്ക്കായി ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 97.60 ഗ്രാം MDMA-യുമായി തിരൂർ വയലത്തൂർ അതിർശ്ശേരി സ്വദേശി പാട്ടുരാട്ട് സക്കീർ ഹുസൈനെ കൊളത്തൂർ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് പിടികൂടി. ലഹരിക്കെതിരെയുള്ള പോരാട്ടം സർക്കാർ ശക്തമാക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ എക്സൈസ് വകുപ്പ് നടത്തിയ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പെരിന്തൽമണ്ണയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് മർച്ചന്റ് അസോസിയേഷന്റെ പൂർണ്ണ പിന്തുണ. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രയത്നിച്ച പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിനും മങ്കട് MLA മഞ്ഞലാംകുഴി അലിക്കും അസോസിയേഷൻ സ്വീകരണം നൽകി. മലപ്പുറം ജില്ലയിൽ DMO ഉൾപ്പെടെയുള്ള നിരവധി ജില്ലാതല ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ നിലനിൽക്കുന്നത് സർക്കാർ പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുന്നുണ്ടെന്നും ഈ ഒഴിവുകൾ ഉടൻ നികത്തണമെന്നും ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ TP അഷ്റഫ് അലി MLA-യാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ കൊളത്തൂരിൽ വൻ ലഹരിവേട്ട. വിൽപ്പനയ്ക്കായി ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 97.60 ഗ്രാം MDMA-യുമായി തിരൂർ വയലത്തൂർ അതിർശ്ശേരി സ്വദേശി പട്ടുരാട്ട് സക്കീർ ഹുസൈനെ കൊളത്തൂർ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് പിടികൂടി. ജില്ലയിലെ പ്രധാന ടൗണുകളിലും കെട്ടിടങ്ങളിലും പോലീസ് പരിശോധന ശക്തമാക്കിയതോടെ ലഹരി സംഘങ്ങൾ ഉൾപ്രദേശങ്ങളിലെ ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം നാർക്കോട്ടിക് സെൽ DYSP NOCP, പെരിന്തൽമണ്ണ DYSP MP ലത്തീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം രഹസ്യ നിരീക്ഷണം നടത്തിവരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ലഭിച്ച കൃത്യമായ വിവരത്തെ തുടർന്ന് കൊളത്തൂർ പലകപ്പറമ്പ് പാങ് റോഡിൽ നടത്തിയ പരിശോധനയിലാണ് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന മാരക ലഹരി മരുന്നുമായി പ്രതി പിടിയിലാകുന്നത്. തിരൂർ കോട്ടക്കൽ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് MDMA ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്ന പ്രധാന കണ്ണിയാണ് സക്കീർ ഹുസൈൻ എന്ന് ചോദ്യം ചെയ്യലിൽ സൂചന ലഭിച്ചിട്ടുണ്ട്. ഇയാൾ മുൻപും MDMA-യുമായി എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട്. ENDPS കേസിൽ 2 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ച് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് പ്രതി വീണ്ടും ലഹരിക്കടത്ത് നടത്തിയത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS, പെരിന്തൽമണ്ണ DYSP MP ലത്തീഫ്, നാർക്കോട്ടിക് സെൽ DYSP NOCP എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, കൊളത്തൂർ ഇൻസ്പെക്ടർ ബിജു, മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ ഹരീഷ്, ഡാൻസ് ഓഫ് സ്ക്വാഡ്, കൊളത്തൂർ പോലീസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. CCN പെരിന്തൽമണ്ണ. ലഹരിക്കെതിരെയുള്ള പോരാട്ടം സർക്കാർ ശക്തമാക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ എക്സൈസ് വകുപ്പ് നടത്തിയ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ആചരണം കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് ബോധവൽക്കരണം എന്നുള്ള നിലയിൽ ഈ ദിവസം ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് എടുത്തുകൊണ്ട് വലിയ ക്യാമ്പയിൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശമാണ് നേരത്തെ അധ്യക്ഷ പറഞ്ഞത്. എല്ലാവർക്കും അറിയാം, ലഹരിയാണ് ഇന്നത്തെ ഏറ്റവും വലിയ നമ്മുടെ ഒരു പ്രശ്നം. നിരവധി കുറ്റകൃത്യങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കുകയും കണ്ടാൽ അറക്കുകയും പേടിപ്പെടുത്തുകയും ചെയ്യുന്ന ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ക്രൂര കൊലപാതകങ്ങളും വിഷയങ്ങളും കാര്യങ്ങളും മറ്റു ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളും ഒക്കെ നോക്കാൻ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊക്കെ സ്വയം വിലപിക്കാറുണ്ട്, പറയാറുണ്ട്. കുട്ടികളാണെങ്കിൽ തന്നെ നിങ്ങളൊക്കെ ബോധവൽക്കരണം, ലഹരിയുടെ ആപത്ത്, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമ്മളെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ചുള്ള
അറിവ് നമ്മളെ കുട്ടികൾക്ക് തലമുറക്ക് അറിയാതെ അതിൽ പെട്ടുപോണവർക്കൊക്കെ അതിൻ്റെ അറിവ് കിട്ടും. അപ്പം അതിനുവേണ്ടിയാണ് ഈ ബോധവൽക്കരണ പരിപാടി. തീർച്ചയായും ലഹരി ഉപയോഗം മൂലം ക്രൂരമായ കൊലപാതകങ്ങളും അക്രമങ്ങളും സംസ്ഥാനത്ത് വ്യാപിച്ചിരുന്നു. കുടുംബങ്ങളിലെ സമാധാനവും നാടുകളിലെ സ്വൈരജീവിതവും ദുസ്സഹമാകുന്ന സാഹചര്യത്തിലാണ് ലഹരി വിൽപ്പനക്കാർക്കും ഏജന്റുമാർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുന്നത്. കുട്ടികൾ വരെ ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യമുണ്ട്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി 200ഓളം കോളേജ് വിദ്യാർത്ഥികളും എക്സൈസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഫണ്ട് റൺ മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ സമാപിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പ്രദീപ് റാവു ഫണ്ട് റൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. സെന്റ് ജമാസ് ഹയർ സെക്കൻഡറി സ്കൂൾ, മലപ്പുറം ഗവൺമെന്റ് കോളേജ് NSS യൂണിറ്റ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ മലപ്പുറം ടൗണിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി അധ്യക്ഷയായി. വിമുക്തി റിസോഴ്സ് പേഴ്സൺ K ഗണേശൻ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. മലപ്പുറം ജില്ലാ വിമുക്തി മിഷൻ കോർഡിനേറ്റർ സിജേഷ് വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CCN മലപ്പുറം. പെരിന്തൽമണ്ണയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് മർച്ചന്റ് അസോസിയേഷന്റെ പൂർണ്ണ പിന്തുണ. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രയത്നിച്ച പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിനും മങ്കട MLA മഞ്ഞലാംകുഴി അലിക്കും അസോസിയേഷൻ സ്വീകരണം നൽകി. പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷാലിമാർ ഷൗക്കത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പെരിന്തൽമണ്ണ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പു അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PTS മൂസു ഉദ്ഘാടനം ചെയ്തു. അതിനുവേണ്ടി തുടക്കത്തിലുള്ള ഒന്നാം പിണറായി ഗവൺമെന്റ് ഒരു 100 രൂപ വീതം ടോക്കൺ വെക്കുമായിരുന്നെങ്കിലും രണ്ടാം പിണറായി ഗവൺമെന്റിൽ നിന്നും അതിലെ ആ ബഡ്ജറ്റിനൊന്നും തുക നീക്കിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ ഓരാടപാലം മാനത്തുമായി ബൈപ്പാസ് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ മിനി മേൽപ്പാലം ഇവിടെ നിർമ്മിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു. നമുക്കറിയാം അവിടെ മേൽപ്പാലം സാധ്യമല്ല എന്നാണ് മുൻപ് അവിടെ സർവേ നടത്തിയിരുന്ന PWDക്കാരും അതുപോലെ തന്നെ അന്നത്തെ ഭരണകർത്താക്കളും എല്ലാം തന്നെ പറഞ്ഞിരുന്നത്. അവിടെ മേൽപ്പാലത്തിന് വേണ്ടി സമ്മർദ്ദം മർച്ചന്റ് അസോസിയേഷൻ എടുക്കാനുണ്ടായ സാഹചര്യം അവിടെ റീജിയണൽ മാനേജർ കാങ്ങാടിപ്പുറത്ത് വന്നപ്പോൾ ഞങ്ങളെല്ലാം ദൃക്സാക്ഷികളായിരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ആവശ്യപ്പെട്ടത് അന്ന് ഓരാടപാലം മാനത്തുമംഗലത്തില് 7 കൊണ്ണി പാലത്തില് ഓവർബ്രിഡ്ജ് അനുവദിക്കണമെന്നായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചത് ഇതുവരെ സ്ഥലം കണ്ടെത്തിയിട്ടില്ല, ഇതുവരെ റോഡായിട്ടില്ല, അവിടത്തേക്ക് മേൽപ്പാലം വേണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായീകരണമുള്ളത്? ഇപ്പൊ നിലവിലുള്ള ഒരു സ്ഥലത്ത് 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു മിനി മേൽപ്പാലം നിർമ്മിക്കാൻ കഴിയും. അതിന് റെയിൽവേ ഗവൺമെന്റിനെ അനുമതി ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് നൽകുകയും ചെയ്യും. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾക്കൊപ്പം വ്യാപാരികളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിലും മറ്റ് ഉന്നത പരീക്ഷകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു. മലബാർ സൗഹൃദവേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം നേടിയ മണികണ്ഠൻ കുളത്തൂരിനെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, നഗരസഭ വൈസ് ചെയർമാൻ ഫസൽ മുഹമ്മദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ, മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷാലിമാർ ഷൗക്കത്ത്, അൽഷിഫ MD ഉണ്ണീൻ, അഡ്വക്കേറ്റ് C മുഹമ്മദ് അലി, അബ്ദുൽ കരീം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് അതങ്ങനെ തന്നെ വരണം, അതിൽ യാതൊരു വെള്ളം ചേർക്കലുമില്ല, അതങ്ങനെ തന്നെ വരേണ്ടതാണ്. അത് വരുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതിനുവേണ്ടി ഈ ഗവൺമെൻറ് വന്ന അന്ന് മുതൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുമായി നേരിട്ട് അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി തന്നെയാണ് പെരിന്തൽമണ്ണയിലേക്ക് ആ 10 കോടി കൊണ്ടുവന്നിട്ടുള്ളത്. അത് സ്വാഭാവികമായി സംഭവിച്ചതല്ല, അതിൻ്റെ പിന്നിൽ കഠിനാധ്വാനവും പരിശ്രമവും ഉണ്ട്. പിന്നെ ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ബൈപ്പാസ് എന്ന നിലയിൽ ഒരുപാട് കാലമായി മുന്നോട്ട് പോയിട്ടുണ്ട്.
ഒരു നിവൃത്തിയില്ല. ഇതിങ്ങനെ മറ്റേ നടക്കുന്നില്ല. 10 കൊല്ലം നമ്മളിങ്ങനെ ഓരോരോ പ്രാവശ്യം മന്ത്രിമാരുടെ അടുത്തും മറ്റുള്ള ആൾക്കാരൊക്കെ അടുത്ത് പോയി കണ്ടു. ഇവിടുന്ന് പ്രധാനപ്പെട്ട എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാർ പാലോളി തൊട്ട് ശ്രീരാമകൃഷ്ണൻ വരെ എല്ലാവരും ഉണ്ടല്ലോ, അവരൊക്കെ പോയി ശശിയൊക്കെ പോയി കണ്ടിട്ടൊന്നും ആയില്ല. കാരണം അതാണ് ബഡ്ജറ്റ് 250 കോടി, അത് ഉയർന്ന 400 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സാമ്പത്തികമായിട്ട് വളരെ വലിയ പ്രയാസം തന്നെയാണ്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നയനങ്ങളുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പൈസ ഇല്ലാത്തിട്ടും നമ്മളുടെ ഗവൺമെൻറ് UDF സർക്കാർ ഇപ്പോൾ ഈ ഫണ്ട് വെച്ചിട്ടുള്ളത്. അത് പൂർത്തീകരിച്ചിട്ട് തന്നെ ഞങ്ങൾ അടങ്ങിയിരിക്കുള്ളൂ എന്നാണ് എനിക്ക് അങ്ങോട്ട് പറയുന്നത്. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലയിൽ DMO ഉൾപ്പെടെയുള്ള നിരവധി ജില്ലാതല ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ നിലനിൽക്കുന്നത് സർക്കാർ പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുന്നുണ്ടെന്നും ഈ ഒഴിവുകൾ ഉടൻ നികത്തണമെന്നും ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ TP അഷ്റഫ് അലി MLA ആണ് പ്രമേയം അവതരിപ്പിച്ചത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നേരിടുന്ന വെള്ളക്കെട്ടും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും യോഗത്തിൽ MLA-മാർ ശക്തമായി ഉന്നയിച്ചു. ദേശീയപാതയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഡ്രെയിനേജ് സംവിധാനം നിർമ്മിച്ച് മഴക്കാലത്ത് വീടുകളിലേക്ക് വെള്ളം ഒഴുക്കുന്ന വിഷയം പരിഹരിക്കണമെന്ന് MLA-മാരായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, TV ഇബ്രാഹിം, കുർക്കോളി മൊയ്തീൻ എന്നിവർ ആവശ്യപ്പെട്ടു. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉടൻ അടിയന്തര യോഗം വിളിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മഴക്കാല രോഗങ്ങൾക്കെതിരെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ക്ലീൻ ഷോട്ട് മലപ്പുറം 2026 പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകൾ ഉൾപ്പെടെ 5212 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ യോഗത്തിൽ അറിയിച്ചു. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ 412 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 4 സ്ക്വാഡുകളായി പരിശോധനയും ബോധവൽക്കരണവും നടക്കുന്നുണ്ടെന്നും ASP യോഗത്തെ അറിയിച്ചു. MLA MP ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള പദ്ധതികൾ ഉദ്യോഗസ്ഥർ വേഗത്തിലാക്കണമെന്നും ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ എല്ലാവരും പൂർത്തിയാക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ADM PO സാദിഖ്, പ്ലാനിംഗ് ഓഫീസർ TV ഷാജു, സബ് കളക്ടർ ദിലീപ് കൈനിക്കര, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. തൃക്കടേരി PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സന്ദേശവുമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവതലമുറയിൽ ബോധവൽക്കരണം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്കൃതം ക്ലബിന്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തിയത്. ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മയൂഖ സാജൻ, അമേയ, ഐശ്വര്യ, ശൃംഗ, അനുശ്രീ, അനയ, നിവേദ്യ, ശ്രീഷ എന്നിവർ ചേർന്നാണ് ചടുലമായ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. CCN ചെറുപ്പുളശ്ശേരി. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മണ്ണാർക്കാട് പ്രസ് ക്ലബും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് മണ്ണാർക്കാട് യൂണിറ്റും സംയുക്തമായി
സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പാലക്കാട് ക്രൈംബ്രാഞ്ച് SP ഫിറോസ് M ഷെഫീഖ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ വിവരങ്ങൾ പോലീസിന് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള രീതിയിൽ പോലീസിന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ച് കിട്ടുന്നത് വളരെ വിരളമായിട്ടാണ് കിട്ടുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി മാത്രമേ നമുക്ക് ഈ ലഹരി വിപണനം നടത്തുന്നവരെ അടിച്ചമർത്താൻ സാധിക്കുള്ളൂ. ഓപ്പറേഷൻ തൂഫാന്റെ ഏറ്റവും വലിയ വിജയം ജനങ്ങളുടെ പിന്തുണയാണ്. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, ജനങ്ങൾ കൊടുക്കുന്ന പരാതികൾ, അതിനെ ബേസ് ചെയ്തിട്ടാണ് പോലീസ് ഈ ഓപ്പറേഷൻ നടത്തി ഈ ലഹരി വിപണനം നടത്തുന്നവരെ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ ലഹരിയുടെ പിന്നിൽ കള്ളക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ അഴിക്കുള്ളിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണാർക്കാടിന്റെ ഉത്തരവാദിത്തപ്പെട്ട 2 വിഭാഗങ്ങളായ വ്യാപാരികളും പ്രസ് ക്ലബും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഒരു സൗഹൃദ ഫുട്ബോൾ മാച്ച് നടത്തുന്നത് വളരെയധികം അഭിനന്ദനാർഹമാണ്. ആവേശകരമായ മത്സരത്തിൽ ഇരു ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കളിയുടെ മുഴുവൻ സമയവും പിന്നിട്ടപ്പോൾ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനില പാലിക്കുകയായിരുന്നു. തുടർന്ന് വിജയികളെ കണ്ടെത്താനായി നടന്ന അധിക സമയത്ത് 2-നെതിരെ 4 ഗോളുകൾക്ക് മണ്ണാർക്കാട് പ്രസ് ക്ലബിനെ പരാജയപ്പെടുത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് വിജയികളായി. മാധ്യമപ്രവർത്തകരും വ്യാപാരി പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ മത്സരം കാണാൻ എത്തിയിരുന്നു. സമൂഹത്തെയും തകർക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. മദ്യം, മയക്കുമരുന്ന്, പുകയില തുടങ്ങിയ ഒരുവിധ ലഹരി വസ്തുക്കളും ഞാൻ ഉപയോഗിക്കുകയോ മറ്റുള്ളവർക്ക് നൽകുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഇല്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. CCN പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ തൂഫാൻ കൊളത്തൂരിൽ വൻ ലഹരിവേട്ട. വിൽപ്പനയ്ക്കായി ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 97.60 ഗ്രാം MDMA-യുമായി തിരൂർ വയലത്തൂർ അതിർശ്ശേരി സ്വദേശി പാട്ടുരാട്ട് സക്കീർ ഹുസൈനെ കൊളത്തൂർ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് പിടികൂടി. ലഹരിക്കെതിരെയുള്ള പോരാട്ടം സർക്കാർ ശക്തമാക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ എക്സൈസ് വകുപ്പ് നടത്തിയ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പെരിന്തൽമണ്ണയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് മർച്ചന്റ് അസോസിയേഷന്റെ പൂർണ്ണ പിന്തുണ. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രയത്നിച്ച പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിനും മങ്കട് MLA മഞ്ഞലാംകുഴി അലിക്കും അസോസിയേഷൻ സ്വീകരണം നൽകി. മലപ്പുറം ജില്ലയിൽ DMO ഉൾപ്പെടെയുള്ള നിരവധി ജില്ലാതല ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ നിലനിൽക്കുന്നത് സർക്കാർ പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുന്നുണ്ടെന്നും ഈ ഒഴിവുകൾ ഉടൻ നികത്തണമെന്നും ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ TP അഷ്റഫ് അലി MLA-യാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.